ഹലോ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളതില്ലേ റവ വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ട്. സംഭവമില്ല, പൊളി ടേസ്റ്റാ. അതേപോലെ ഉണ്ടാക്കാനും വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഉപ്മാവൊക്കെ കഴിച്ചിട്ട് നിങ്ങളെല്ലാവരും മടുത്തിട്ടുണ്ടാവില്ലേ? എന്നാലും വെറൈറ്റിക്കൊന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയൊക്കെ, പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഉണ്ടാക്കാല്. അതേപോലെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും വിട്ടുപോലെ. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടി ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാട്ടോ എടുത്തിട്ടുള്ളത്. അതും വലിയ ചെമ്മീനായതുകൊണ്ട് ഞാൻ ചെറുതായി കട്ട് ചെയ്തും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അതിനുശേഷം ഇതാ ഒരു തവ കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടായി വന്നാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ട് നമ്മളെ ചെമ്മീനില്ലേ അതിലേക്ക് ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ചെമ്മീനായതുകൊണ്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, വേഗം ഫ്രൈ ആയി കിട്ടും. പിന്നെ ഈ ഒരു പാനിൽ തന്നെ കേട്ടോ നമ്മൾ റവ വെച്ചിട്ടുള്ള കീട്ടു ഐറ്റം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എടുക്കുന്ന ടൈം കുറച്ച് വലിയ ബൗൾ തന്നെ എടുക്കാം വിട്ടുപോകല്ലേ. അങ്ങനെ ഇതാ നമ്മളെ ചെമ്മീൻ നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ കുറച്ചും കൂടി ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ മീൻസ് നമ്മൾ വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളി കേട്ടോ, അതും ചെറുതായി കട്ട് ചെയ്തത്, അതും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാവുമ്പോൾ ഉള്ളി വേഗം വാടിക്കിട്ടും. ഇനി ഇത് നമുക്ക് മൂടിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അതാവുമ്പോൾ മൂടിയും കൂടി ഇടാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, വേഗം സെറ്റായി കിട്ടൂലേ. ഈ ഒരു ടൈം തന്നെ നമുക്ക് നമ്മളെ റവയിൽ നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ 2 കപ്പ് റവയെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീയും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതാവുമ്പോൾ നമ്മളെ റവയിൽ നല്ല തരിയായി കിട്ടും. അങ്ങനെയല്ല, തരി വെച്ച് നമ്മൾ പൊടിയായിട്ട്. ഇതാ ഒരു സൈഡിൽ ഇതാ നമ്മളെ ഉള്ളി നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഞാൻ 3 പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായി വാടി വന്നാൽ 1.5 തക്കാളി കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അതാകുമ്പോൾ വേഗം തക്കാളി വാടി കിട്ടും. അങ്ങനെ ഇതാ നമ്മളെ തക്കാളിയിൽ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ടില്ലേ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതാവുമ്പോൾ മസാല നല്ലപോലെ പിടിച്ചിട്ടും. അങ്ങനെ ഇതാ നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് വന്നതിലേക്ക് ഞാൻ തിളച്ച വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് റവക്ക് ഞാനിവിടെ 2 കപ്പ് വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന ടൈമും മല്ലിച്ചപ്പും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായ റവയിലെ അത് കുറച്ചായിട്ട് കൊടുത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കട്ട പിടിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ടൈമിൽ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതേപോലെ ഒന്ന് സെറ്റാക്കി 5 മിനിറ്റും കൂടി നമുക്കിത് വേവിക്കാൻ വെക്കാം കേട്ടോ. അങ്ങനെ ഇതാ 5 മിനിറ്റിന് ശേഷം നല്ലപോലെ ആവിയൊക്കെ വന്ന് നമ്മളെ റവ അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്മെല്ലില്ലേ, നമ്മളെ ഉപ്പുമാവിലും ബാക്കിൽ നിൽക്കണം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ ചെയ്യുന്ന സംഭവമില്ല. കീടു ടേസ്റ്റാണ്. നമ്മളെ മക്കൾക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടം കേട്ടോ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ ബൈ.